പെരുമഴയിലെല്ലാം ഒലിച്ചു പോകുമ്പോൾ ആ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇടുക്കി കുടയൂർ അട്ടൂർ മലയിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഭാര്യയെ നോക്കി നെഞ്ചു തകർന്നു കരയുന്ന രവിയുടെ ഈ വാക്കുകൾ മതി കേരളം ഇപ്പോൾ നേരിടുന്ന ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ. ഒരു മുന്നറിയിപ്പിനും കാത്തുനിൽക്കാതെ ഉറക്കമുണർന്ന കേരളത്തിനുമേൽ പ്രകൃതി വീണ്ടും തന്റെ കോപം തീർക്കുകയാണ്. ഇടവേളയ്ക്കു ശേഷം സംസ്ഥാനത്തു തകർത്തു പെയ്ത അതിതീവ്ര മഴയിൽ പൊലിഞ്ഞത് 3 കുട്ടികളടക്കം 10 ജീവനുകളാണ്. കള്ളാടി മണ്ണിടിച്ചിലിന്റെ ഓർമ്മകൾ മായും മുൻപ് കേരളം വീണ്ടും ഒരു ദുരന്തമുഖത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. കോട്ടയം പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ വീടു തകർന്ന് അമ്മയും മകനും മരിച്ചത് അതിദാരുണമായാണ്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു ദുരന്തം കോഴിക്കോടും ഉണ്ടായി കേട്ടോ. അമ്മയുടെ കണ്ണു വെട്ടിച്ച് 2 വയസ്സുകാരൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിധി അവനായി കാത്തുവെച്ചത് ഒരു ദുരന്തമായിരുന്നു. അബദ്ധത്തിൽ മുറ്റത്തെ വെള്ളക്കെട്ടിലേക്ക് വീണു പിടഞ്ഞ ആ പൊന്നോമനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിലെ സ്ഥിതി അതിഗുരുതരമാണ്. 2018 പ്രളയത്തെ ഓർമ്മിപ്പിച്ച് റാന്നി ടൗൺ മുഴുവൻ വെള്ളത്തിനടിയിലായി. കടകളിലും വീടുകളിലും വെള്ളം ഇരച്ചു കയറി കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. അവിടെ ബോട്ടെത്തിച്ചാണ് പലരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. കൂടാതെ കൊല്ലം നീണ്ടകരയിലും തിരുവനന്തപുരം മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യബന്ധന വള്ളങ്ങൾ മറഞ്ഞ് നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂർ കർണാടക അതിർത്തിയിലും മലയോര മേഖലയിലും വ്യാപക ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തങ്ങൾക്കിടയിലും കനത്ത അമർഷമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മുന്നൊരുക്കങ്ങളും മുന്നറിയിപ്പുകളും കൃത്യസമയത്ത് നൽകുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനം അതിശക്തമാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ശനിയാഴ്ച രാവിലെ വരെ ഓറഞ്ച് അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രി വൈകിയാണ് റെഡ് അലർട്ടിന് സമാനമായ മഴ മുന്നറിയിപ്പ് അവർക്ക് നൽകിയത്. അപ്പോഴേക്കും ദുരന്തം അവിടെ സംഭവിച്ചു തുടങ്ങിയിരുന്നു. ദുരന്തങ്ങൾ മുൻപ് നേരിട്ട മലയോര മേഖലകളിൽ പോലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമയബന്ധിതമായി അവധിയോ നൽകാൻ അധികൃതർക്കായില്ല. മുന്നറിയിപ്പിലെ ഈ ഗുരുതരമായ പാളിച്ചയാണ് ജീവനുകൾ പൊലിയുന്നതിലേക്ക് നയിച്ചതെന്ന ആക്ഷേപവും ശക്തമായുണ്ട്. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇപ്പോഴും തുടരുകയാണ്. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും ഈ പ്രളയം കൊണ്ടുപോയി. അതോടൊപ്പം മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. തകർന്ന വീടുകൾ, കണ്ണീരിലായ കുടുംബങ്ങൾ, പ്രളയം ബാക്കി വച്ച ഈ നോവ് കേരളത്തിന് പുതുതേയല്ല. എന്നാൽ ഓരോ ദുരന്തവും ആവർത്തിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മുടെ മുൻകരുതലുകളുടെയും ഭരണ സംവിധാനങ്ങളുടെയും കാര്യക്ഷമതയാണ്.